ഇന്ന് നമ്മള് ഇക്കായി 2 രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതായത് സുഖദുഃഖ് എന്നാണ്, ഒരു കവിതയാണത്. സുമിത്രാനന്ദ പന്ത് എഴുതിയിട്ടുള്ള കവിതയാണ് സുഖദുഃഖ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈനുകളൊന്ന് നോക്കാം. സപ്നെ വേ സച്ച് നഹീ ഹോത്തെ जो सोते वक्त देखे जाते हैं, सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. ദൃശ്യ ആർ പങ്ക്തിയാ ക്യാ ബതാത്തെ ഹെ. ഈ ചിത്രവും താഴെ തന്നിരിക്കുന്ന വരികളും എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രം എന്താണ്? ഒരു കുട്ടി ഉറങ്ങുകയാണല്ലേ. ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാണ്. കണ്ടോ? സ്വപ്നം ചിറക് വെച്ച് പറക്കാണ്. സ്വപ്നം കാണുകയാണ് കുട്ടി ഉറങ്ങുന്ന സമയത്ത്. എന്താണ് നമുക്ക് നോക്കാം. സപ്പനെ വേ സച്ച് നഹി ഹോത്തെ. സപ്പനെ പറഞ്ഞ സ്വപ്നം, സച്ച് സത്യം, നഹി ഹോത്തെ ആകുന്നില്ല, ജോ സോത്തെ യാതൊന്നാണോ, സോത്തെ ഉറങ്ങുന്ന, വക്ത് സമയം, ദേഖേ ജാത്തെ ഹെ കാണപ്പെടുന്നത്, സപ്നെ വേ സച്ച് ഹോത്തെ ഹെ. വേ പറഞ്ഞ ആ സ്വപ്നം, സപ്നെ വേ സപ്നെ ആ സ്വപ്നം, സച്ച് ഹോത്തെ ഹെ സത്യമാകുന്നു, ജിൻകെ ലിയേ എന്തിനു വേണ്ടിയാണോ, ആപ്പ് സോന ചോട് ദേത്താ ഹെ താങ്കൾ ഉറക്കം ഉപേക്ഷിക്കുന്നത്. അതായത് സത്യമായ സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം സത്യമാകുന്നില്ല. സപ്നെ വേ സച്ച് ഹോത്തെ ആ സ്വപ്നമാണ് സത്യമാകുന്നത്. യാതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ നമ്മൾ ഉറക്കം പോലും ഉപേക്ഷിക്കുന്നത്, ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ നമുക്ക് സ്വപ്ന സാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നം സഫലമാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സ്വപ്നം സഫലമാവണമെങ്കിൽ നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കണം. ഉണർന്നിരുന്നിട്ട് എന്ത് ചെയ്യണം? പ്രയത്നിക്കണം, ഉറക്കം പോലും ഉപേക്ഷിച്ചിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്കിതിന് താഴെ സുഖദുഃഖ് എന്ന കവിത നോക്കാം. കവിത സുഖദുഃഖാണ്. സുമിത്രാനന്ദ പന്താണ് എഴുതിയിരിക്കുന്നത്. ഇതില് കവി സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖവും ദുഃഖവും. എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായിരിക്കും അല്ലെ. സുഖം മാത്രമല്ല ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, ദുഃഖം മാത്രമല്ല ഉണ്ടാവുക. സുഖവും ദുഃഖവും ഇടകലർന്ന് വരും. ഇടകലർന്ന് വരുന്ന സുഖവും ദുഃഖവും ഇടകലർന്ന് വരുന്ന ജീവിതമാണ് എന്താവുന്നത്? സാക്ഷാത്കരിക്കപ്പെടുന്നത് അല്ലെ. ആ സ്വപ്നമാണ്, ആ ജീവിതമാണ് നല്ലത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇവിടെ പൂർണ്ണമാകുന്നത്. പരിപൂർണ്ണ ഹോത്താ ഹെ, ജീവിതം പൂർണ്ണമാകുന്നത് സുഖവും ദുഃഖവും കൂടിച്ചേരുമ്പോഴാണ് എന്നാണ് ഇതിലൂടെ സുമിത്രാനന്ദൻ പന്ത് പറയുന്നത്. നമുക്ക് നോക്കാം കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. മേം നഹീ ചാത്ത ചിർ സുഖ്. മേം ഞാൻ, നഹീം ഇല്ല, ചാത്ത ആഗ്രഹം, ചിർ സ്ഥിരമായ, സുഖ് സുഖം. മേം ഞാൻ, നഹീം ചാത്ത, ചിർ സ്ഥിരമായ, ദുഃഖ് ദുഃഖം, സുഖ് ദുഃഖ് സുഖവും ദുഃഖവും, കി ഗേൽ മിച്ചൗനി, ഗേൽ മിച്ചൗനി കണ്ണ് പൊത്തിക്കളി, ഗോലെ ജീവൻ അപ്നാമുഖ് തന്റെ സ്വന്തം ജീവിതത്തിൽ. അതായത് മേ നഹീം ചാത്ത ചിർ സുഖ്, ഞാൻ സ്ഥിരമായിട്ടുള്ള സുഖം ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. സുഖദുഃഖി, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണ് പൊത്തിക്കളിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കണ്ണ് പൊത്തിക്കളി എന്ന് പറയുമ്പോൾ ഒരു തവണ ഒരാൾ എണ്ണിക്കഴിഞ്ഞാൽ അടുത്ത ഒരാൾ എണ്ണുന്ന സമയത്ത് മറ്റേ വ്യക്തി എന്ത് ചെയ്യും? ഒളിക്കുകയാണ് ചെയ്യുക അല്ലെ. പിന്നെ അടുത്ത പ്രാവശ്യം എണ്ണുന്ന ആൾ എന്തായിരിക്കും? ഒളിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പോ ഒരു ആൾക്ക് തന്നെ രണ്ട് കാര്യം. ഒരാൾ എണ്ണുമ്പോൾ മറ്റേ ആൾ ഒളിക്കും. പിന്നെ ഈ എണ്ണുന്ന ആള് ഒളിക്കും, ഒളിച്ച ആള് എണ്ണാൻ വരും. അങ്ങനെയല്ലേ കണ്ണുപൊത്തി കളിയില്. അപ്പൊ എന്താണ്?
അതുപോലെ സുഖവും ദുഃഖവും മാറി മാറി വരണം എന്നാണ് പറഞ്ഞത്. കണ്ണ് പൊത്തിക്കളി പോലെ. ആ ഒരു കുട്ടിക്ക് എണ്ണാൻ വേണ്ടിയും സമയം കിട്ടും, പിന്നെ അതുപോലെ തന്നെ ഒളിക്കാൻ വേണ്ടിയും കിട്ടും. ആ കുട്ടി തന്നെ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണം എന്നാണ് കവി പറഞ്ഞത്. सुख दुख के मधुर मिलन से यह जीवन हो പരിപൂരണ. സുഖ ദുഃഖ കെ മധുർ മിലൻ മധുരമായ കൂടിച്ചേരൽ സേ കൊണ്ട് യഹ് ഈ ജീവൻ ജീവിതം പരിപൂരണ പരിപൂർണമാവുക പരിപൂർണമാകുന്നത്. സുഖദുഃഖക്കെ മധുർ മിലൻസെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലൂടെയാണ് ജീവിതം പരിപൂർണമാകുന്നത് എന്നാണ് കവി പറഞ്ഞത്. ഫിർ ഗൻ മേ ഓഞ്ചൽ ഹോ ശശി ഫിർ ശശി സെ ഓഞ്ചൽ ഹോ ഗന്. ശശി ചന്ദ്രൻ, ഗന് മേഘം, ഓഞ്ചൽ ഹോന മറയുക, ഫിർ ഗന് മേ ഗൻ മേഘം. ഇടയ്ക്ക് മേഘത്തിനുള്ളിലേക്ക് ശശി ചന്ദ്രൻ മറഞ്ഞു പോകുന്നു. ഫിർ ശശി സേ ഓഞ്ചൽ ഹോഗന്. ചില സമയങ്ങളില് ചന്ദ്രനാൽ മേഘം മറയപ്പെടുന്നു. ചില സമയങ്ങളിൽ മേഘത്താൽ ചന്ദ്രനെ കാണാതെയാകുന്നു. ചില സമയങ്ങളില് ചന്ദ്രനാൽ മേഘത്തെയും കാണാതെയാകുന്നു. മനസ്സിലായില്ലേ? അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ ജഗ് പീഡിത് രേ അതി സുഖ് സേ. ലോകം പീഡനം അനുഭവിക്കുകയാണ്. അതി ദുഃഖ് സേ അധികമായിട്ടുള്ള ദുഃഖത്താൽ വേദന അനുഭവിക്കുന്നു. അധികമായിട്ടുള്ള സുഖത്താലെയും പീഡിത വേദന അനുഭവിക്കുന്നു. मानव जग में बंट जावे सुख दुख से और दुख सुख से और सुख दुख से. മനുഷ്യ ജീവിതം വിഭജിക്കപ്പെടണം. ബണ്ടിനെ പറഞ്ഞാൽ വിഭജിക്കുക. മനുഷ്യ ജീവിതത്തിലെ സുഖവും ദുഃഖവും രണ്ടിനാലും മനുഷ്യജീവിതം വിഭജിക്കപ്പെടണം. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും വിഭജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് കവി പറഞ്ഞത്. രണ്ടും നമുക്ക് കിട്ടണം. സുഖവും കിട്ടണം, ദുഃഖവും കിട്ടണം. അതിരത് ദുഃഖ് ഹേ उत्पीड़न अविरत सुख भी उत्पीड़न सुख दुख की निशा दिवा में सोता जगता जग जीवन. अविरत दुख है उत्पीड़न अविरत सुख भी उत्पीड़न दुख सुख की निशा दिवा में सोता जगता ജഗ് ജീവൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളെ അവിരത് പറഞ്ഞാൽ തുടർച്ചയായ, ഉത്പീഡൻ വേദനാജനകം, നിശാദിവ പകലും രാത്രിയും. അതായത് തുടർച്ചയായ ദുഃഖവും തുടർച്ചയായ സുഖവും മനുഷ്യന് ആപത്താണ്. സുഖദുഃഖങ്ങളാകുന്ന പകലിന്റെയും രാത്രിയുടെയും തുടർച്ചയായ സംക്രമണത്താലാണ് ഈ ലോകത്തെ ജീവരാശികൾക്ക് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത്. ജീവരാശികളൊക്കെ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നത്. ജീവിതത്തിന്റെ സമുചിതമായിട്ടുള്ള സന്തുലിതാവസ്ഥയുടെ ആ വികാസത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ സമുചിതവും അതുപോലെ തന്നെ സന്തുലിതവുമായിട്ടുള്ള വികാസത്തിന് ഉറക്കവും ഉണർവും അത്യന്താപേക്ഷിതമാണല്ലേ. രണ്ടും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സുഖദുഃഖങ്ങളുടെ ഇടവിട്ടുള്ള പോക്കുവരവ് അനിവാര്യമാണ് എന്നാണ് പറഞ്ഞത്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടവിട്ടുള്ള പോക്കുവരവ്. അവിരത് ദുഃഖിയെ ഉത്പീഡൻ, അതായത് തുടർച്ചയായിട്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് പീഡനയാണ്. തുടർച്ചയായിട്ടുള്ള സുഖവും പീഡനയാണ്. സുഖ ദുഃഖ കി നിശാ ദിവാമേം സോത്ത ജാഗത്ത ജഗജീവൻ. ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും നിശാദിവ രാവും പകലും, സോത്ത ജഗത്ത
രാത്രിയും പകലും പോലെ സുഖവും ദുഃഖവും. അതുപോലെ തന്നെ ഉറക്കവും ഉണർവും പോലെ ആയിരിക്കണം ജഗജീവൻ, ലോകത്തിലുള്ള ആളുകളുടെ ജീവിതം. രാത്രിയും പകലും പോലെ സുഖവും ദുഃഖവും ഉണ്ടായിരിക്കണം, ഉറക്കവും ഉണർവും പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. സ്ഥിരമായിട്ടുള്ള സുഖവും ദുഃഖവും ജീവിതത്തിൽ ഉണ്ടാവരുത്. തുടർച്ചയായിട്ട് എന്താണ് സുഖവും ദുഃഖവും ഇടകലർന്നിട്ട് മാറി മാറി വരണം എന്നാണ് പറഞ്ഞത്. ये सांझ उषा का आंगन आलिंगन विरह मिलन का चिरहास अश्रुमय आनंद दे इस मानव जीवन का. ये सांझ उषा का आंगन. ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ആങ്കൻ എന്നാൽ മുറ്റം, ആലിംഗൻ പറഞ്ഞ ആലിംഗനം ചെയ്യുക, വിരഹമിലൻ വിരഹവും കൂടിച്ചേരലും, വിരഹത്തിന്റെ ദുഃഖവും കൂടിച്ചേരലാകുമ്പോഴുള്ള സന്തോഷവും ഉണ്ടല്ലോ. ചിരുഹാസ് സ്ഥിരമായിട്ടുള്ള ചിരി, അതുപോലെ തന്നെ ഹാസ് പറഞ്ഞ ഹസ്ന ചിരിക്കുക, അശ്രുമൈ അശ്രുമൈ പറഞ്ഞാൽ കണ്ണുനീര്, ആനൻ ആനൻ പറഞ്ഞ മുഖം, രേ ഇസ് മാനവ ജീവനക്ക അതായത് മനുഷ്യജീവിതമാകുന്ന ആകാശം. സാഞ്ച് ഉഷാക്ക ആങ്കൻ, ഉഷ പ്രഭാതം, ആങ്കൻ മുറ്റം. സാഞ്ച് ഉഷാക്ക ആങ്കൻ ആലിംഗൻ വിരഹ മിലനുക്ക, വിരഹത്തിന്റെയും മിലൻ, അതായത് നമുക്ക് വിരഹം ഉണ്ടാകുമ്പോൾ വേദനയാണ്. കൂടിച്ചേർച്ച, നമ്മൾ എന്താണ് കണ്ടുമുട്ടുന്ന സമയത്ത് ഫ്രണ്ട്സുകളായാലും ആരായാലും ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിൽ കാണുന്ന സമയത്ത് അവർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. വിരഹം അവർ വേർപ്പെടുന്ന സമയത്ത് ദുഃഖം ഉണ്ടാവും. അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണം എന്നാണ് പറഞ്ഞത്. സാഞ്ച് ഉഷാക്ക ആങ്കൺ, സാഞ്ച് പറഞ്ഞ സന്ധ്യ, ഉഷ പ്രഭാതം, രാവിലെയും വൈകുന്നേരവും പോലെ. അതുപോലെ തന്നെ വിരഹ മിലൻ പോലെ ജീവിതത്തില് സുഖവും ദുഃഖവും മാറി മാറി വരണം. ചിരുഹാസ് അശ്രുമൈ ആനൻ, ആനൻ പറഞ്ഞ മുഖം, മുഖത്ത് സ്ഥിരമായിട്ടുള്ള ഹാസ ചിരി, സ്ഥിരമായിട്ടുള്ള ചിരി, അശ്രുമൈ കണ്ണുനീരിന്റെ നനവ്. മുഖത്ത് എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഉള്ള ചിരിയും സ്ഥിരമായിട്ട് കണ്ണുനീരിന്റെ നനവും ഉണ്ടാവാതെ ഇടയ്ക്കിടയ്ക്ക് സുഖവും ദുഃഖവും പോലെ, ചിരിയും കരച്ചിലും പോലെ സുഖവും ദുഃഖവും മാറി മാറി വരണം എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ്. സുഖദുഃഖ്, അതായത് ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണം, ഇടകലർന്ന് സുഖവും ദുഃഖവും ഇടകലർന്ന് വരുന്ന ജീവിതമാണ് പരിപൂർണമാകുന്നത് എന്നാണ് കവി ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അത്രയും നന്നായിട്ട് വായിച്ചു നോക്കുക, മീനിങ് ഒക്കെ പഠിക്കുക. ഓക്കെ.